ഹായ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു സ്കിൻ ട്രാൻസിഷൻ ജേർണിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 ഞാൻ അതിനു മുന്നേ മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്തിരുന്നു. 2020 എൻ്റെ പ്രഗ്നൻസി. എന്നിട്ട് നമുക്ക് ഒരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ആ ഒരു 3 months എനിക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു പഴയ സ്കിന്നിലോട്ട് പോയപ്പോഴാണ് എൻ്റെ ഒരു സ്കിൻ കെയറിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. ദെൻ 2021 ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിറ്റാമിൻ സി സിറം, അതുപോലെ എൻ്റെ മോയ്സ്ചറൈസർ ന്യൂട്രിഡ്രം യൂസ് ചെയ്യുകയും ചെയ്തിട്ടാണ്. വിറ്റാമിൻ സി സിറം അന്ന് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർ റാഷേലിൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഞാനൊരു ഫേസ് പാക്ക് എൻ്റെ സ്കിന്നിനനുസരിച്ച് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. അതിനകത്ത് ഞാൻ അതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു കടലമാവ്, വേപ്പിലയുടെ പൊടി, പിന്നെ തുളസിയിലയുടെ പൊടി, പിന്നെ ഓറഞ്ച് പീൽ പൗഡർ, ഇരട്ടി മധുരത്തിൻ്റെ പൊടി, പിന്നെ അതിനകത്ത് എസെൻഷ്യൽ ഓയിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാക്ക് എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ചേഞ്ചസ് കൊണ്ടുവന്നിരുന്നു. ഫേസിൽ മാത്രമല്ല, ബോഡി ഫുൾ അപ്ലൈ ചെയ്യാറുണ്ട്, ഒരു വീക്ക്ലി ട്വൈസ് ആയിട്ട്. അതിനെ പറ്റിയുള്ളൊരു വേറൊരു സെഗ്മെൻറ്റ് ഞാൻ സിറത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള വീഡിയോയ്ക്കകത്ത് ഞാൻ ഫേസ് പാക്ക് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 2021 ലാസ്റ്റ് ആയപ്പോൾ ഞാൻ എന്നും ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തു തുടങ്ങി. ഈ ഫേസ് പാക്ക് മാത്രമല്ല, സ്കിൻ കെയർ രാത്രിയും രാവിലെയും ആയിട്ട് യൂസ് ചെയ്തു തുടങ്ങി. അത് ഈ ഫേസ് പാക്ക്, ഫേസ് വാഷ്, അത് കഴിഞ്ഞ് ടോണർ, അത് കഴിഞ്ഞ് സിറം, മോയ്സ്ചറൈസർ, ഇത്രയായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ അന്ന് റെഗുലറായിട്ട് രാവിലെയും വൈകിട്ടും ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുന്നത്. അതിപ്പോൾ എനിക്ക് സൺസ്ക്രീൻ തേക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ സൺസ്ക്രീൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ഞാൻ സൺസ്ക്രീൻ ഇങ്ങനെ പുറത്തു പോകുമ്പോഴും റെഗുലറായിട്ട് യൂസ് ചെയ്തില്ല. എന്നാലും അത്യാവശ്യം സൺസ്ക്രീൻ സ്റ്റാർട്ട് ചെയ്തു. പാക്ക് തേക്കുന്നതോടുകൂടി മുഖക്കുരുവിൻ്റെ പാടും പിന്നെ ഇങ്ങനെ ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ കുറയാൻ തുടങ്ങി. കുറച്ചു എന്ന് പറഞ്ഞാൽ മാറിയെന്നല്ല, കുറച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ മിനിമലിസ്റ്റിൻ്റെ തന്നെ നയസിനമൈഡിൻ്റെ സിറമാണ് ഞാൻ വാങ്ങിച്ചത്. നയസിനമൈഡ് എനിക്ക് മുഖക്കുരു വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ സ്കിൻ കെയർ ജേർണിയിൽ നയസിനമൈഡും അങ്ങനെ ഇൻക്ലൂഡായി. ഞാൻ എൻ്റെ ഫുഡിലും നല്ലൊരു ചേഞ്ചസ് എനിക്ക് വരുത്തി തുടങ്ങിയത്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ഒത്തിരി വെള്ളം കുടിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുക്കുംബർ സാലഡ് ഇന്ന് ഞാൻ മസ്റ്റായിട്ടും നൈറ്റിൽ കഴിക്കുമായിരുന്നു. കുക്കുംബർ സാലഡും ഇൻക്ലൂഡ് ചെയ്തതും വെള്ളം കുടിക്കുന്നതും എനിക്ക് ഭയങ്കര നല്ലതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2023 ലാസ്റ്റ് ആയപ്പോൾ ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്തു. യോഗ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ബോഡിക്ക് ഫുള്ളായിട്ടൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇത്രയും നാളത്തെ ഉള്ള ഒരു ജേർണി കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് എൻ്റെ ബോഡിക്ക് കിട്ടിയത്. യോഗ, ഫുഡ്, അത് കഴിഞ്ഞിട്ട് ഇത്രയും സൺസ്ക്രീൻ റെഗുലറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിലും മറ്റ് സ്കിൻ കെയർ കൊണ്ടായാലും എനിക്ക് ഭയങ്കര ഒരു ചേഞ്ചസ് എൻ്റെ ബോഡിയിലും കണ്ടിരുന്നു. സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് മുഖത്ത് ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് 2023 ലാസ്റ്റ് ആയപ്പോൾ ഞാനൊരു പാജന്റ് ഷോയ്ക്ക് പങ്കെടുത്തിരുന്നു. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഡെർമറ്റോളജിസ്റ്റ്, അവൾ പറഞ്ഞു ഈ ഫ്രെക്കിൾസ് വരുന്നതിൻ്റെ റീസൺ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. അന്ന് തൊട്ട് ഞാൻ പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു റെഗുലറായിട്ട്. 2024 ആയപ്പോഴത്തേക്കാണ് കുറേയും കൂടി ഞാൻ സിറം ഒക്കെ യൂസ് ചെയ്തത്. അതിന് പോകുന്നതിന് കുറച്ച് നാൾ മുന്നേ തന്നെ ഞാൻ റെറ്റിനോൾ സിറം യൂസ് ചെയ്തിരുന്നു. അത് നൈറ്റിൽ മാത്രം മിനിമലിസ്റ്റിൻ്റെ റെറ്റിനോൾ സിറം ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ ഈ പാജന്റിന് പോയപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഫാർമസ്യൂട്ടിക്കലിലുള്ള റെറ്റിനോൾ ക്രീമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞ് എൻ്റെ ഫേസ് വാഷ് ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റിയായിരുന്നു. ഇടയ്ക്ക് ഡെർമാവയും മാറ്റി സെറ്റാഫിലാക്കി. സെറ്റാഫിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലതായിട്ട് കുരു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സെറ്റാഫിൽ മാറ്റിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫേസ് വാഷ് പറയുന്നത് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ എൻ്റെ ഫേസ് സ്ക്രബായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോഡി ഷോപ്പിൻ്റെ ഫേസ് സ്ക്രബാണ്. പിന്നെ 2024 ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ചും കൂടെ എൻ്റെ സ്കിൻ കെയർ ജേർണി കുറച്ചുകൂടെ ഒന്ന് വൈഡാക്കി. അത് ഞാൻ കോജിക് ആസിഡ് സിറം ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ഈ 2024 മെയിനായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് എനിക്ക് അണ്ടർ ഐ ക്രീമാണ്. മോർണിംഗിൽ ഐബ്ലിസും നൈറ്റിൽ ബ്യൂട്ടി ഓഫ് ജോൺസിൻ്റെ ഐ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യുന്നത് മോർണിംഗിൽ വിഷ് കെയറിൻ്റെ SPF ഉള്ള ലിപ് ബാമാണ്. പിന്നെ ലനേജിൻ്റെ ലിപ് ബാമാണ് നൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള സ്കിൻ കെയർ ജേർണി ഞാൻ നിങ്ങളെ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ കൂടെ തന്നെ എനിക്ക് നല്ലൊരു ട്രാൻസിഷനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ കുറച്ച് പേർക്കെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സിറമൊക്കെ വാങ്ങിച്ച് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് എൻ്റെ ഫേസ് കെയറിനെ പറ്റിയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ബോഡി കെയറിനെ പറ്റിയും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഏതൊക്കെ സിറമും ക്രീമും ഫേസ് വാഷും ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം എൻ്റെ സ്കിൻ ട്രാൻസിഷൻ ഈ ജേർണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ സ്കിൻ ട്രാൻസിഷനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.